ഓപ്പൺ ഫോറം. തുറസിന്റെ തുറമുഖങ്ങൾ. കായിക ലോകത്തു നിന്നുള്ള പുത്തൻ വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കും ഏവർക്കും സ്വാഗതം. സ്പോർട്സ് മിക്സ്. കായിക ലോകം കഴിഞ്ഞയാഴ്ചയിൽ തയ്യാറാക്കിയത് പത്രപ്രവർത്തകനും സ്പോർട്സ് ലേഖകനുമായ ഷഹബാസ് വെള്ളില. കായിക ലോകത്തെ മുഴുവൻ സങ്കടക്കടലിലേക്ക് തള്ളിയിട്ടാണ് ആ വാർത്ത കാട്ടുതീ പോലെ പടർന്നത്. കേട്ടവർക്കൊന്നും അത് വിശ്വസിക്കാനായില്ല. ഞങ്ങൾ കേട്ട വാർത്തകൾ ശരിയാവരുതേ എന്ന് മനമുരുകി പ്രാർത്ഥിച്ചു. പക്ഷേ ഫലമുണ്ടായില്ല. 28 വർഷത്തിനിടെ തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ദിവസങ്ങളിലൂടെയായിരുന്നു അയാൾ കടന്നുപോയത്. ഇംഗ്ലീഷ് ക്ലബ് ലിവർപൂളിനൊപ്പം പ്രീമിയർ ലീഗ് കിരീടം, പോർച്ചുഗലിനൊപ്പം നേഷൻസ് ലീഗ് കിരീടം. 10 ദിവസം മുമ്പ് ബാല്യകാല സുഹൃത്തും തന്റെ 3 മക്കളുടെ അമ്മയുമായ കൂർത്ത് കാർഡോസയുമായുള്ള വിവാഹം. ഡിയോഗോ ജോട്ടയും കുടുംബക്കാരും ഇത്രയും സന്തോഷമനുഭവിച്ച ദിനങ്ങൾ വേറെയില്ല. കല്യാണ ഫോട്ടോ പങ്കുവച്ച് ഭാര്യ കൂർത്ത് കാർഡോസ പങ്കുവച്ച കുറിപ്പ് പോലെ ഈ ദിനം ഇനി ആരും മറക്കില്ല. ജോട്ടയുടെ ലംബോഗിനി കാർ അപകടത്തിൽപ്പെട്ട് താരവും സഹോദരൻ ആൻഡ്രേ സിൽവയും ലോകത്തോട് വിട പറഞ്ഞു. ആരാധകരുടെ പ്രിയപ്പെട്ട ആൻഫീൽഡിൽ ഇനി റെഡ് കളർ ജേഴ്സിയിൽ അയാൾ ഉണ്ടാവില്ല. അയാൾ നൽകിയ സുന്ദരകാലത്തെ ഓർത്ത് ആൻഫീൽഡും തേങ്ങുമെന്നുറപ്പാണ്. നായകൻ ശുഭ്മൻ ഗിൽ കന്നി ഇരട്ട സെഞ്ചുറി നേടിയ മത്സരത്തിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെതിരെ 587 റൺസിന് പുറത്തായി. 32 ടെസ്റ്റുകളുടെ മാത്രം പരിചയമുള്ള ഗില്ലിനെ ടെസ്റ്റ് നായകനാക്കുമ്പോൾ താരത്തിന്റെ ബാറ്റിംഗിനെ ബാധിക്കുമോ എന്ന ആശങ്കകളെയെല്ലാം കാറ്റിൽ പറത്തിയാണ് നായകൻ 269 റൺസ് അടിച്ചുകൂട്ടിയത്. ആദ്യ ടെസ്റ്റിൽ സെഞ്ചുറി നേടിയും താരം കഴിവ് കാട്ടിയിരുന്നു. ഒന്നാം ഇന്നിംഗ്സിൽ ഇന്ത്യ 587 പുറത്തായപ്പോൾ ഇംഗ്ലണ്ട് 3 വിക്കറ്റ് നഷ്ടത്തിൽ 77 എന്ന നിലയിൽ പരുങ്ങുകയാണ്. വനിതാ ക്രിക്കറ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യക്ക് ജയം. ക്യാപ്റ്റൻ സ്മൃതി മന്ധാന 2020-ലെ തന്റെ കന്നി സെഞ്ചുറി നേട്ടം ആഘോഷിച്ച മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരെ 97 റൺസിനാണ് ഇന്ത്യ വിജയം കൊയ്തത്. 62 പന്തിൽ നിന്നായിരുന്നു ക്യാപ്റ്റന്റെ സെഞ്ചുറി. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 210 റൺസാണ് നേടിയത്. ഇംഗ്ലണ്ടിന്റെ മറുപടി ബാറ്റിംഗ് 14.4 ഓവറിൽ 113 റൺസിൽ അവസാനിച്ചു. അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ 3.5 ഓവറിൽ 12 റൺസ് വഴങ്ങി 4 വിക്കറ്റെടുത്ത ഇടംകൈ സ്പിന്നർ എൻ ശ്രീചരണിയുടെ മിന്നും പ്രകടനമാണ് ഇംഗ്ലണ്ട് ടീമിനെ ചെറിയ സ്കോറിൽ ഒതുക്കാൻ സഹായിച്ചത്. ക്ലബ് ലോകകപ്പിൽ അതിശയ കുതിപ്പ് തുടർന്ന് സൗദി ക്ലബ് അൽ ഹിലാൽ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിയെ തകർത്ത് അൽ ഹിലാൽ ക്വാർട്ടറിൽ പ്രവേശിച്ചു. 4-3 അൽ ഹിലാലിന്റെ വിജയം. ഒരു അറേബ്യൻ ക്ലബ് ലോകകപ്പിൽ നോക്കൌട്ട് റൗണ്ടിൽ കടക്കുന്നത് ആദ്യമായാണ്. അതേസമയം ബ്രസീൽ ക്ലബിന്റെ പ്രഹരമേറ്റ് ചാമ്പ്യൻസ് ലീഗ് ഫൈനലിസ്റ്റുകളായ ഇന്റർ മിലാനും ക്ലബ് ലോകകപ്പിൽ നിന്നും പുറത്തായി. പ്രീ ക്വാർട്ടർ മത്സരത്തിൽ ഫ്ലൂമിൻസെയാണ് ഇന്ററിനുള്ള മടക്ക ടിക്കറ്റ് നൽകിയത്. മെസ്സിയുടെ സ്വന്തം ടീമായ ഇന്റർ മിയാമിയെ തകർത്ത് ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളായ PSG-യും ക്വാർട്ടറിൽ കടന്നു. ലോക ഫുട്ബോൾ ജനത ഏറെ ആവേശത്തോടെ ഉറ്റുനോക്കിയ മത്സരത്തിൽ ഫ്രഞ്ച് ടീമിന്റെ കരുത്തിനു മുന്നിൽ മെസ്സിക്കും സംഘത്തിനും അധികനേരം പിടിച്ചു നിൽക്കാനായില്ല. 4 ഗോളുകൾക്കായിരുന്നു ആതിഥേയരായ ഇന്റർ മിയാമിയെ PSG തകർത്തുവിട്ടത്. ജോവാ നെവസ് ഇരട്ട ഗോളുകൾ സ്വന്തമാക്കിയ മത്സരത്തിൽ അഷ്റഫ് ഹക്കീമിയും ഗോൾ നേടി. ഒന്ന് മിയാമി താരം തോമസ് അവിലിസിന്റെ സെൽഫ് ഗോളായിരുന്നു. ഫ്ലമൻഗോയെ പുറത്താക്കി ബയൺ മ്യൂണിക്കും ക്ലബ് ലോകകപ്പിന്റെ ക്വാർട്ടറിൽ കടന്നു. ബ്രസീൽ ക്ലബിനെ മറുപടിയില്ലാത്ത 4 ഗോളുകൾക്കാണ് ജർമ്മൻ ക്ലബ്ബ് തകർത്തത്. ചാമ്പ്യൻസ് ലീഗ് ചാമ്പ്യന്മാരായ റയൽ മാഡ്രിഡ്, ഡോർമുണ്ട് എന്നിവരും ക്വാർട്ടറിൽ കടന്നു. ക്ലബ് ലോകകപ്പിൽ പാൾമിറാസ് ക്വാർട്ടറിൽ. ബ്രസീൽ ടീമുകൾ തമ്മിൽ നടന്ന വാശിയേറിയ മത്സരത്തിലാണ് ബോട്ടഫാഗോയെ 1 ഗോളിന് തോൽപ്പിച്ച് പാൾമിറാസ് ക്വാർട്ടറിൽ കടന്നത്. നിശ്ചിത സമയം ഗോൾ രഹിത സമനിലയിൽ പിരിഞ്ഞതോടെ അധിക സമയത്തേക്ക് നീണ്ട മത്സരത്തിൽ 100-ാം മിനിറ്റിൽ പൗളിഞ്ഞോയാണ് പാൾമിറാസിന് വിജയഗോൾ സമ്മാനിച്ചത്.
ഈ വർഷം നവംബർ 28 മുതൽ ചെന്നൈയിലും മധുരയിലുമായി നടക്കുന്ന ജൂനിയർ പുരുഷ ലോകകപ്പ് ഹോക്കിയിൽ ഇന്ത്യയും പാകിസ്ഥാനും ഒരേ ഗ്രൂപ്പിൽ. പൂൾ ബിയിൽ ചിലി, സ്വിറ്റ്സർലാൻഡ് എന്നിവർക്കൊപ്പമാണ് ഇന്ത്യയും പാകിസ്ഥാനും. ആകെ 24 രാജ്യങ്ങളാണ് ജൂനിയർ ലോകകപ്പിൽ പങ്കെടുക്കുന്നത്. US ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ ആയുഷ് ഷെട്ടി ജേതാവ്. ഫൈനലിൽ കാനഡയുടെ ബ്രയാൻ യങ്ങിനെ തോൽപ്പിച്ചാണ് ഷെട്ടി ആദ്യ BWF ലോക കിരീടം നേടുന്നത്. കർണാടക സ്വദേശിയാണ് ആയുഷ്. വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ തൻവി ശർമ്മ 2ാം സ്ഥാനവും നേടി. USന്റെ ബൈവൻ ഷാങ്ങിനാണ് വനിതാ കിരീടം. വിംബിൾഡൺ ടെന്നീസിൽ പുരുഷ സിംഗിൾസിൽ നിലവിലെ ചാമ്പ്യനായ കാർലോസ് അൽക്കാരസും വനിതകളിൽ 1ാം സീഡ് അരീന സബലേങ്കയും 3ാം റൗണ്ടിലേക്ക് അനായാസം കടന്നു. വനിതകളിൽ ആദ്യ 5 സീഡുകളിൽ മറ്റെല്ലാവരും പുറത്തായപ്പോഴും സബലേങ്ക പിടിച്ചു നിൽക്കുകയായിരുന്നു. മറ്റൊരു മത്സരത്തിൽ മുൻ ലോക 1ാം നമ്പർ റഷ്യയുടെ ഡാനിൽ മെദ്വദേവ് ആദ്യ റൗണ്ടിൽ തന്നെ പുറത്തായി. ഫ്രാൻസിന്റെ ബെഞ്ചമിൻ ബോൺസിയാണ് മെദ്വദേവിനെ അട്ടിമറിച്ചത്. പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ യുകി ഭാംബ്രി USന്റെ റോബർട്ട് ഗലോവ സഖ്യവും ഋതിക് ചൌധരി കൊളംബോയുടെ നിക്കോളാസ് ബാരിൻ ടോസ് സഖ്യവും 2ാം റൗണ്ടിൽ കടന്നപ്പോൾ റോഹൻ ബപ്പണ്ണ ബെൽജിയത്തിന്റെ സാൻഡർഗിൽ സഖ്യവും ആദ്യ റൗണ്ടിൽ തന്നെ പുറത്തായി. AFC ഏഷ്യൻ കപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ ഗോളടിച്ചുകൂട്ടി ഇന്ത്യൻ വനിതാ സംഘം. 2ാം മത്സരത്തിൽ തീമോർ ലഷ്തിനെ മറുപടിയില്ലാത്ത 4 ഗോളുകൾക്കാണ് ഇന്ത്യ തകർത്തത്. ഇന്ത്യയുടെ സ്റ്റാർ വിങ്ങർ മനീഷ കല്യാൺ 2 ഗോളുകളുമായി തിളങ്ങിയ മത്സരത്തിൽ അഞ്ജു തമാങ്, ലിൻഡ കോം സെർട്ടോ എന്നിവരാണ് മറ്റു 2 ഗോളുകളും നേടിയത്. ആദ്യ മത്സരത്തിൽ ഇന്ത്യൻ പെൺപട മംഗോളിയയെ 13 ഗോളുകൾക്കാണ് തകർത്തത്. ഇന്ത്യൻ ഫുട്ബോൾ പരിശീലകൻ മനോലോ മാർക്കേസ് സ്ഥാനമൊഴിഞ്ഞു. മാർക്കേസിന് കീഴിൽ 8 മത്സരങ്ങൾ കളിച്ച ടീമിന് 1 ജയം മാത്രമാണുള്ളത്. പുതിയ കോച്ചിനെ കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ടെന്ന് AIFF അറിയിച്ചു. ഇന്ത്യൻ ജാവലിൻ ത്രോ താരം നീരജ് ചോപ്ര ലോക റാങ്കിങ്ങിൽ 1ാം സ്ഥാനം തിരിച്ചുപിടിച്ചു. സീസണിലെ സ്ഥിരതയാർന്ന പ്രകടനമാണ് നീരജിന് തുണയായത്. ഗ്രാനഡായുടെ ആൻഡേഴ്സൺ, ജർമ്മനിയുടെ ജൂനിയർ വെയ്ബർ എന്നിവരാണ് 2ഉം 3ഉം സ്ഥാനങ്ങളിൽ. ഫ്രഞ്ച് ഫുട്ബോളിലെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരനായ ഒളിവർ ജിറൂദ് US വിടുന്നു. മേജർ ലീഗ് സോക്കറിൽ ലോസ് ആഞ്ചലസ് FC താരമാണ് 38കാരൻ. താരം ഫ്രഞ്ച് ക്ലബ് ലീഗിൽ ചേർന്നേക്കുമെന്നാണ് സൂചന. കേരളത്തിന് മലപ്പുറം സംഭാവന ചെയ്ത ഒളിമ്പ്യൻ KT ഇർഫാൻ വിരമിച്ചു. വേഗനടത്തത്തിന്റെ ട്രാക്കിൽ 20 വർഷം പൂർത്തിയാക്കിയ മലപ്പുറം ജില്ലയിലെ അരീക്കോട് കീഴിപ്പറമ്പ് സ്വദേശിയായ KT ഇർഫാൻ ഇനി പരിശീലക റോളിൽ തിളങ്ങാനുള്ള ഒരുക്കത്തിലാണ്. ലണ്ടൻ, ടോക്കിയോ ഒളിമ്പിക്സുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇർഫാൻ ഊട്ടിയിലെ കരസേനയുടെ മദ്രാസ് റെജിമെന്റിൽ സുബേദാറാണ്. ബംഗളൂരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സിൽ പരിശീലകനാകാനുള്ള പഠനത്തിലാണ് ഇർഫാൻ ഇപ്പോൾ. സ്പോർട്സ് മിക്സ് കായിക ലോകം കഴിഞ്ഞയാഴ്ചയിൽ തയ്യാറാക്കിയത് പത്രപ്രവർത്തകനും സ്പോർട്സ് ലേഖകനുമായ ഷഹബാസ് വെള്ളില.